നമസ്കാരം. സുരേഷ് ഗോപിയെ തകർക്കാൻ പല പദ്ധതികളും ഒതുക്കി വെച്ച് കാത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഷിത ജഗത്തിനെ കൊണ്ട് കള്ളപ്പരാതി കൊടുപ്പിച്ചത് പോലും സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുകയും അതിലൂടെ BJPയെ ഇത്തവണയും തിരഞ്ഞെടുപ്പിൽ തകർക്കുകയുമാണ് ലക്ഷ്യം വെച്ചത്. അതുകൊണ്ട് തന്നെ ഷിത ജഗത്തിന്റെ കള്ളക്കേസിൽ സുരേഷ് ഗോപിക്ക് എതിരായ കുറ്റപത്രം എടുപിടിയിന്ന് തയ്യാറായി. പക്ഷേ KUWJ ജനറൽ സെക്രട്ടറി R കിരൺ ബാബുവിനെതിരെ 2021 സെപ്റ്റംബറിൽ വലിയതുറ പോലീസ് സ്റ്റേഷനിൽ 1678/2021 നമ്പറിൽ രജിസ്റ്റർ ചെയ്ത FIRൽ അന്വേഷണം നടക്കുന്നതിനാൽ കേസ് വിവരങ്ങൾ നൽകാനാകില്ലെന്നാണ് വിവരാവകാശ മറുപടി. പക്ഷേ ഈ മാന്യദേഹം മുഖ്യമന്ത്രിക്ക് സ്വാഗതം പറഞ്ഞ സംഭവം വരെ ഉണ്ടായി. കണ്ണൂരിൽ KUWJ സംസ്ഥാന സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് സ്വാഗതം കിരൺ ബാബു ആശംസിച്ചത്. മീഡിയ വൺ വനിതാ മാപ്രയുടെ കള്ളപ്പരാതിയിൽ BJP നേതാവായ സുരേഷ് ഗോപി മാപ്പ് പറഞ്ഞതുകൊണ്ട് തീരുന്ന പ്രശ്നമില്ലെന്ന് വാദിച്ച മുഖ്യമന്ത്രിയാണ് സ്വന്തം പോലീസ് അന്വേഷിച്ചു കൊണ്ടിരുന്ന പ്രതിക്കൊപ്പം വേദി പങ്കിട്ടത്. സുരേഷ് ഗോപിക്കും കിരൺ ബാബുവിനും എതിരായ FIRകളിലുള്ള വകുപ്പ് 354A ആണ്. കിരൺ ബാബുവിനെതിരെ 2021 സെപ്റ്റംബറിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടും ഇതേവരെ നോട്ടീസ് പോലുമില്ല, ചോദ്യം ചെയ്യലുമില്ല. ഇതേ പ്രതിക്കെതിരെ ന്യൂസ് 18 ചാനലിന്റെ ഇരട്ടത്താപ്പ് തുറന്നു പറഞ്ഞ് ചാനൽ സൗത്ത് ഇന്ത്യൻ ഹെഡ് വിവേക് നാരായണൻ എത്തിയിരുന്നു. മാധ്യമ പ്രവർത്തകനോട് നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഈ ചാനലിന്റെ പൂച്ച് പുറത്തു ചാടിയത്. സുരേഷ് ഗോപിക്കെതിരെ മീഡിയ വൺ മാധ്യമ പ്രവർത്തകർ നൽകിയ പരാതിയിൽ 354A വകുപ്പ് ചുമത്തി FIR രജിസ്റ്റർ ചെയ്തപ്പോൾ ഉറഞ്ഞു തുള്ളിയ ചാനലാണ് ന്യൂസ് 18. സുരേഷ് ഗോപിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട വനിതാ കമ്മീഷനിൽ പരാതി നൽകിയ KUWJ ജനറൽ സെക്രട്ടറി കിരൺ ബാബു ന്യൂസ് 18 ചാനലിലെ അവതാരകനുമാണ്. ഇതേ കിരൺ ബാബുവിനെതിരെ വലിയതുറ പോലീസ് സ്റ്റേഷനിൽ 2021 സെപ്റ്റംബറിൽ ഒരു മാധ്യമ പ്രവർത്തകയുടെ പരാതിയിൽ 354A വകുപ്പിൽ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ ചാനൽ മേധാവികൾ രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനം ഉപയോഗിച്ച് കിരൺ ബാബുവിനെ സംരക്ഷിക്കുകയായിരുന്നു. FIR രജിസ്റ്റർ ചെയ്തെങ്കിലും കിരൺ ബാബുവിന് നോട്ടീസ് നൽകലോ ചോദ്യം ചെയ്യലോ ഉണ്ടായില്ല. സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ പ്രതിയെക്കുറിച്ച് വിവരമില്ലെന്നാണ് ന്യായീകരണം. ഇയാൾ എല്ലാ ദിവസവും കഴക്കൂട്ടത്ത് ന്യൂസ് 18 ഓഫീസിൽ ജോലിക്കെത്തുന്നുണ്ടെന്നായിരുന്നു അന്നുള്ള വിവരം. സുരേഷ് ഗോപിയെ ശിക്ഷിക്കണമെന്ന ചാനലിന്റെ നിലപാട് കിരൺ ബാബുവിന് ബാധകമല്ലേ എന്നാണ് ഫോണിൽ വിവേക് നാരായണനോട് മാധ്യമപ്രവർത്തകൻ ചോദിച്ചത്. FIR ഗൗരവത്തിലെടുക്കുന്നില്ലെന്നും കിരൺ ബാബുവിന് 2 വർഷത്തേക്ക് തടവ് ശിക്ഷ വിധിച്ചാൽ മാത്രമേ നടപടി ഉണ്ടാകൂ എന്നുമാണ് വിവേക് നാരായണൻ തുറന്നടിച്ചത്. കിരൺ ബാബു പ്രതിയായ സംഭവം സ്ഥാപനത്തിന് പുറത്തായിരുന്നുവെന്ന മുടന്തൻ ന്യായവും നിരത്തി. അതേസമയം മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ നടനും BJP നേതാവുമായ സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചു. മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചു. കേസിൽ സുരേഷ് ഗോപിക്കെതിരെ ഗുരുതര വകുപ്പുകൾ കൂടി ചുമത്തിയ സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചതെന്നാണ് വിശദീകരണം. സുരേഷ് ഗോപിയെ തൃശൂരിൽ മത്സരിപ്പിക്കാൻ സമ്മതിക്കാതിരിക്കുക, മോദി എത്തും മുമ്പ് സുരേഷ് ഗോപിയെ പൂട്ടുക എന്നതൊക്കെയാണ് പിണറായി സുരേഷ് ഗോപിയെ പൂട്ടുന്നതിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. നടനും മുൻ MP-യുമായ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയെ അപമാനിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ കുറ്റപത്രം തയ്യാറായിട്ടുമുണ്ട്. പരാതിയെ സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിൽ സാക്ഷിമൊഴിയും വീഡിയോ ദൃശ്യങ്ങളുടെ തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആദ്യം ചുമത്തിയ 354A വകുപ്പിന് പകരം IPC 354 തന്നെ ചുമത്താൻ പോലീസ് തീരുമാനിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. 2 വർഷം വരെ തടവും പിഴയും ലഭിക്കാനിടയുള്ള കുറ്റമാണിത്. കേരള പോലീസ് ആക്ടിലെ 119A വകുപ്പും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തും. നന്ദി.